റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ എക്സ്ക്ലൂസീവ്. താരസംഘടനയായ അമ്മയിൽ തർക്കങ്ങൾ മുറുകുന്നതിനിടെ വിവാദ സ്പോൺസർഷിപ്പിന്റെ നിർണായക വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. അമ്മ കുടുംബ സംഗമത്തിന്റെ പ്രധാന സ്പോൺസർ ദല്ലാൽ നന്ദകുമാർ ചെയർമാനായ ക്ഷേത്രമെന്ന് തെളിയിക്കുന്ന ധാരണാപത്രം റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നു. വെണ്ണല മഹാദേവ ക്ഷേത്രം അമ്മയുടെ കുടുംബ സംഗമത്തിന് നൽകിയത് 75 ലക്ഷം രൂപയാണ്. കുക്കു പരമേശ്വരനും ദല്ലാൽ നന്ദകുമാറുമാണ് സ്പോൺസർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ചത്. 2 ഘട്ടമായി പണം നൽകണമെന്ന ധാരണയിൽ ക്ഷേത്രം മുൻകൂറായി നൽകിയത് 30 ലക്ഷം രൂപയാണ്. ഇതിനെ അൻസിബ എതിർത്തെങ്കിലും ഭൂരിപക്ഷ പിന്തുണയോടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. റോഷിപാലും അർജുൻ മട്ടന്നൂരും ചേരുന്നു. ആദ്യം റോഷിപാലിലേക്ക്. റോഷി, വളരെ വിചിത്രമാണ്. സാധാരണ ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ ഏതെങ്കിലും സാംസ്കാരിക പരിപാടികൾക്ക് ഇത്തരം സ്പോൺസർഷിപ്പ് അങ്ങോട്ട് നൽകുന്ന പതിവില്ല. ഒരു ക്ഷേത്രവും ഏതെങ്കിലും ഒരു സ്വകാര്യ സംഘടനയ്ക്ക് ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അങ്ങോട്ട് സ്പോൺസർഷിപ്പ് നൽകിയ ചരിത്രമില്ല. പകരം ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സംഭാവനകൾ നൽകുന്ന പതിവാണുള്ളത്. ഇവിടെ ആ പതിവ് വിട്ട് ഇവിടെ 30 ലക്ഷം രൂപ അമ്മയുടെ സ്വകാര്യ കുടുംബ സംഗമത്തിന് വെണ്ണലയിൽ നിന്നുള്ള ഒരു ക്ഷേത്രം നൽകിയിരിക്കുന്നു. അതും വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ ഇടനിലയിലാണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിലാണ് അൻസിബ പ്രതികരിച്ചത്. അൻസിബ തന്നെ പറയുന്നുണ്ട് അത് ബൈലോയ്ക്കെതിരാണ്. ഏതെങ്കിലും മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ കഴിയില്ല, ഡൊണേഷൻ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അർജുൻ, ഡൊണേഷൻ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എന്ന് ബൈലയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഒരു ക്ഷേത്രം ഇതൊരുപക്ഷെ ആദ്യമായി, നമ്മുടെ അറിവിൽ തന്നെ ആദ്യമായി, ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ കുടുംബ സംഗമത്തിന് 30 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു സ്പോൺസർഷിപ്പ് അല്ല, ഡൊണേഷൻ അല്ല, ബൈലോയ്ക്കെതിരായിട്ടുള്ള നീക്കമാണ്. അൻസിബ പറഞ്ഞതുപോലെ ബൈലോയ്ക്കെതിരായ നീക്കത്തിൽ ചിലർക്ക് താല്പര്യമുണ്ടെന്ന് നമുക്കറിയാം. അതാരാണ് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. അതെന്തിനായിരുന്നു എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. എന്തായാലും അത് സതുദ്ദേശത്തോടു കൂടിയുള്ളൊരു സ്പോൺസർഷിപ്പ് അല്ല എന്നുള്ളത് വ്യക്തമാവുകയല്ലേ നമ്മൾ പുറത്തുവിടുന്ന രേഖ പ്രകാരം. അർജുൻ മട്ടന്നൂർ. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസമായിരുന്നു ആ താരസംഘടനയായ അമ്മയുടെ കുടുംബ സംഗമം നടന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ സ്പോൺസർഷിപ്പിലൂടെ ഈ പണം വാങ്ങുകയും ചെയ്തത്. സാധാരണ രീതിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ വ്യാപാരികളൊക്കെ തന്നെ പണം നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു ക്ഷേത്രം എന്തിനാണ് പണം നൽകിയത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. വെണ്ണല മഹാദേവ ക്ഷേത്രമാണ് ഈ അമ്മയുടെ കുടുംബ സംഗമത്തിന് വേണ്ടി 75 ലക്ഷം രൂപ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചത്. അതും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദല്ലാൽ നന്ദകുമാറിന്റെ കുടുംബക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രമാണ് 75 ലക്ഷം രൂപ ഒരു താരസംഘടനക്ക് നൽകിയത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട ചില രേഖകളാണ് നമ്മൾ പുറത്തുവിടുന്നത്, കരാർ രേഖകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. മാത്രവുമല്ല, ഈ ക്ഷേത്രം ആദ്യം നൽകിയത് 30 ലക്ഷം രൂപയാണ്. ബാക്കി തുക പിന്നീട് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരാർ തയ്യാറാക്കിയതും. വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതായത് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലടക്കം ഈ ചർച്ചകൾ വന്നപ്പോൾ തന്നെ വലിയ തോതിൽ എതിർപ്പുകൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഒരു താരസംഘടന, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട അംഗങ്ങളുള്ള ഒരു താരസംഘടന, ആ താരസംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിക്ക് വേണ്ടി സ്പോൺസർഷിപ്പിലൂടെ പണം വാങ്ങുമ്പോൾ അത് ഒരു മതസ്ഥാപനത്തിൻ്റെ പണം വാങ്ങരുത് എന്ന് പല അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു. അൻസിബ ഹസൻ അടക്കമുള്ള ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തുള്ള അൻസിബ ഹസൻ അടക്കമുള്ള താരങ്ങളും ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് തന്നെ ഇത് ആ യോഗങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ പരസ്യ പ്രതികരണത്തിലേക്ക് ആരും കടന്നിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസിഡന്റായ ശ്വേതാ മേനോനോട് ചോദിച്ചപ്പോൾ പലരും എതിർപ്പുന്നയിച്ചിരുന്നു. പക്ഷേ ഭൂരിഭാഗം പേരും അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലാണ് ആ സ്പോൺസർഷിപ്പ് തുക വാങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തത് എന്നാണ് അന്ന് ശ്വേതാ മേനോനടക്കം പ്രതികരിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിലും ഒരു ഭിന്നത ഉണ്ടായോ എന്ന സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും തമ്മിൽ പല കാര്യങ്ങളിലും ഭിന്നതയുണ്ട്. ഈ സ്പോൺസർഷിപ്പ് തുക അത് പ്രസിഡന്റ് അറിയാതെ ജനറൽ സെക്രട്ടറി ഏകപക്ഷീയമായി വാങ്ങിയതാണോ? ഈ കരാറിലടക്കം ഒപ്പുവെച്ചത് ജനറൽ സെക്രട്ടറിയാണോ? സ്വാഭാവികമായും അത്തരം ചില ചർച്ചകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പുള്ളപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ പലരുടെയും എതിർപ്പ് മറികടന്നുകൊണ്ട് ഒരു മതസ്ഥാപനത്തിൻ്റെ പണം ഒരു അമ്മ എന്ന താരസംഘടന വാങ്ങാൻ കാരണം? മാത്രവുമല്ല, എന്താണ് ഈ ക്ഷേത്രത്തിനടക്കം കിട്ടുന്ന ഗുണം എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്.